പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മെയ് 3 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കോഴിക്കോടിനെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമർപ്പിച്ചു. സോവിയറ്റ് വിജയോത്സവം സംഘടിപ്പിക്കാൻ റഷ്യൻ ഹൗസ്. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ $824.9 ബില്യൺ ഉയർന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കോഴിക്കോട് ഗെറ്റ്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കഗ്നിഷൻ ആസ് ആൻ ഏജ് ഫ്രണ്ട്ലി സിറ്റി. കോഴിക്കോടിനെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റികൾക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകാരം നൽകിയ കേരളത്തിലെ ഏത് നഗരം? കോഴിക്കോട് സിറ്റി. കോഴിക്കോട് നഗരത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നൊരു പദവി. പ്രായമായവർക്ക് ഒരു സൗഹൃദ സിറ്റി, അതുപോലെ തന്നെ അവരുടെ സംരക്ഷണം, അവരുടെ ഓരോ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയതിനാണ് കോഴിക്കോട് സിറ്റിക്ക് ഈ ഒരു പദവി ലഭിച്ചിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ GNAFCC, അതായത് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ലോകമെമ്പാടും ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റികൾക്ക് എത്ര നഗരങ്ങളുണ്ട്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്നിപ്പോൾ ലോകമെമ്പാടും 1705 സിറ്റീസ് ആണുള്ളത്. അതിൽ ഒരു സിറ്റിയാണ് കോഴിക്കോട് നഗരത്തിനും ഇത്തരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സൗഹൃദപരമായിട്ടുള്ള ഒരു പരിചരണം, അതുപോലെ തന്നെ വെൽഫെയർ, എങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ പാലിച്ചതിനാണ് കോഴിക്കോട് സിറ്റിക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കോഴിക്കോട് സിറ്റിനെ സിറ്റി ഓഫ് ലിറ്ററസി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു നഗരമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ്? 2010. 2010 GNAFCC എന്ന ഈ ഒരു സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ മറ്റൊരു ഹെഡിംഗ് ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡെഡിക്കേറ്റ്സ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇൻ കേരള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമർപ്പിച്ചു. ഇന്നലെ മെയ് 2 ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന ആ ഒരു തുറമുഖം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും കറണ്ട് അഫേഴ്സിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച്. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പോർട്ട് ആണിത്. ഇന്റർനാഷണൽ റൂട്ടിന് അടുത്ത് നിൽക്കുന്ന ഈ ഒരു പോർട്ട് ഇനി ഇന്ത്യ തന്നെ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇനിയും വികസിക്കാൻ സാധ്യതയുള്ള ഒരു പോർട്ട് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. കേരളത്തിലെ ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഏത് സ്വകാര്യ ഗ്രൂപ്പാണ് വികസിപ്പിച്ചത്? അദാനി ഗ്രൂപ്പ്. ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇതിന്റെ ഡെവലപ്പേഴ്സ്. ഈ ഒരു പോർട്ട് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് പോർട്ട് ആയിട്ടുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ 2015 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ശ്രീകുമാർ K. നായർ. ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് അത് ശ്രീകുമാർ K. നായർ ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഏകദേശ ചെലവ് എത്രയാണ്? 8,867 കോടി രൂപ. ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അദാനി ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടി പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ട് ആണ്. ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ആണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. സോവിയറ്റ് വിജയോത്സവം സംഘടിപ്പിക്കാൻ റഷ്യൻ ഹൗസ്. സോവിയറ്റ് വിക്ടറി ആഘോഷിക്കുകയാണ്. ഏത് സിറ്റിയിലാണ് കേരളത്തിൽ സോവിയറ്റ് വിക്ടറി ഇത് ആഘോഷിക്കുന്നത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യത്തിന്റെ വിജയത്തെ അടയാളപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം നഗരത്തിൽ പൊബേഡ എന്ന പേരിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ചു? റഷ്യ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു
ഉത്സവമാണ്, ഒരു ഫെസ്റ്റിവൽ ആണ് പൊബേഡ എന്ന ഫെസ്റ്റിവൽ. അതിനർത്ഥം വിക്ടറി എന്നാണ്. ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം സിറ്റിയിലാണ്. റഷ്യയുടെ ഏത് യുദ്ധത്തിലെ വിജയത്തെ അനുസ്മരിക്കാൻ റഷ്യൻ കോൺസുലേറ്റ് തിരുവനന്തപുരം നഗരത്തിൽ 9 ദിവസത്തെ ഉത്സവം സംഘടിപ്പിച്ചു? രണ്ടാം മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയം. സെക്കൻഡ് വേൾഡ് വാറിലെ സോവിയറ്റ് വിക്ടറി, ജർമ്മൻ നാസിസിന് എതിരായിട്ടുള്ള ആ ഒരു വിജയത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് റഷ്യ 9 ദിവസത്തെ ഫെസ്റ്റിവൽ ഇത് തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നത്. റഷ്യ വിജയദിനം ആഘോഷിക്കുന്ന തീയതി ഏതാണ്? മെയ് 9. മെയ് 9 തീയതിയാണ് റഷ്യ ദ റഷ്യൻ വിക്ടറി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുമ്പോൾ റഷ്യ ഉക്രൈൻ ആ യുദ്ധവും ആ ദിവസങ്ങളിൽ അതിനെ പൂർണ്ണമായിട്ടും യുദ്ധം ആ ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറയുമ്പോൾ റഷ്യൻ വിക്ടറി ഡേ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണത്. സെക്കൻഡ് വേൾഡ് വാറിലെ ജർമ്മനിലെ നാസിസിന് എതിരെയുള്ള വിജയത്തിനാണ് സോവിയറ്റ് യൂണിയൻ ഈ ഒരു വിക്ടറി അത് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും മെയ് 9 തീയതി. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും തിരുവനന്തപുരം സിറ്റിയിൽ പൊബേഡ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യസ് ടോട്ടൽ എക്സ്പോർട്ട് റൈസ് ഓൾ ടൈം ഹൈ ഓഫ് 824.9 ബില്യൺ RBI. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 824.9 ബില്യൺ ഡോളറായി ഉയർന്നു RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് അത് വളരെയധികം ഹൈ ലെവലിലേക്ക് എത്തിയ ഒരു റിപ്പോർട്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എത്രയായിരുന്നു? 824.9 ബില്യൺ ഡോളർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ ഹൈ ലെവലിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഹൈ ലെവലിൽ ഒരു എക്സ്പോർട്ടിംഗ് നടക്കുന്നത്. 824.9 ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ടിംഗ് ആണ് ഇന്ത്യ കഴിഞ്ഞ വർഷം, അതായത് 2024-25 ആ ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയ വളർച്ചാ ശതമാനം എത്രയാണ്? 6.01%. 824.9 ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതായത് നടന്നിട്ടുള്ള വളർച്ച എന്ന് പറയുമ്പോൾ അത് 6.01% വളർച്ചയാണ് വന്നിട്ടുള്ളത് എക്സ്പോർട്ടിംഗ് മേഖലയിൽ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എത്രയായിരുന്നു? 778.1 ബില്യൺ ഡോളർ. അതായത് 2023-24 778.1 ബില്യൺ ആണെങ്കിൽ അടുത്ത വർഷം, അതായത് 2024-25 824.9 ബില്യൺ ഡോളറിന്റെ വളർച്ചയാണ്, കയറ്റുമതിയാണ് ഉണ്ടായിട്ടുള്ളത്. 6.01% ഒരു ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: മേജർ ജനറൽ ലിസമ്മ ഹെഡ് ഓഫ് ദി MNS മേധാവി മേജർ ജനറൽ ലിസമ്മ. MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ്, ഇതിന്റെ ഹെഡ് ആയിട്ട് മേജർ ജനറൽ ലിസമ്മ ചുമതല ഏറ്റെടുത്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 1 ന്യൂഡൽഹിയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ ചുമതല ഏറ്റെടുത്തത് ആരാണ്? മേജർ ജനറൽ ലിസമ്മ PV. മെയ് 1 തീയതി മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന, അതായത് ഹെഡ് ആയിട്ട് വരുന്ന അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ ചുമതല ഏറ്റെടുത്തു മേജർ ജനറൽ ലിസമ്മ PV. ഡിഫൻസിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആർമിയുടെ ഭാഗമായിട്ടും വരുന്ന ഒന്നാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന പോസ്റ്റ് ആണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ. ഈ ഒരു സ്ഥാനത്തേക്കാണ് മലയാളിയായിട്ടുള്ള മേജർ ജനറൽ ലിസമ്മ PV ആ ഒരു സ്ഥാനത്തെത്തിയിട്ടുള്ളത്. മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ഏതാണ്? മേജർ ജനറൽ. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ആണ് മേജർ ജനറൽ. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിൽ ആണെങ്കിൽ ലെഫ്റ്റനന്റ് ജനറൽ ഉണ്ട്. ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് 3ാമത്തെ റാങ്ക് ആണ് മേജർ ജനറൽ. 2025 മെയ് 1 മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ ചുമതല മേജർ ജനറൽ ലിസമ്മ PVക്ക് കൈമാറിയതാര്? മേജർ ജനറൽ ഷീന PD. മേജർ ജനറൽ ഷീന PD ആയിരുന്നു MNSന്റെ ഏറ്റവും ടോപ്പ് ലെവൽ ഹെഡ്. എന്നാൽ മെയ് 1 തീയതി മുതൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ലിസമ്മ PV ആണ്, അതായത് മേജർ ജനറൽ ലിസമ്മ PV. ഇന്ത്യയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഔദ്യോഗികമായി രൂപീകരിച്ച വർഷം 1926 ഒക്ടോബർ 1. 1926 ഒക്ടോബർ 1 ഒഫീഷ്യലി ഇന്ത്യയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്.
അതിനു മുമ്പും 1888 സമയങ്ങളിൽ ആരംഭിച്ച ഒന്നാണ് നഴ്സിംഗ് സർവീസ്. എന്നാൽ ഒഫീഷ്യലി ഇന്ത്യയിൽ MNS, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന രീതിയിൽ ഇത് ആരംഭിച്ചിട്ടുള്ളത് 1926 ഒക്ടോബർ 1 തീയതിയാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഡെൻമാർക്ക് റിന്യൂഡ് എനർജി പാക്ട് ബൂസ്റ്റ് ക്ലീൻ ആൻഡ് സസ്റ്റൈനബിൾ പവർ. ശുദ്ധവും സുസ്ഥിരമായ വൈദ്യുതി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഡെൻമാർക്കും പുതുക്കിയ ഊർജ്ജ കരാർ. ഡെൻമാർക്കും ഇന്ത്യയും തമ്മിലുള്ള നല്ലൊരു റിലേഷൻ ആണുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് 2010 ആരംഭിച്ചിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി ബന്ധപ്പെട്ട ഒന്ന് ഇപ്പോൾ വീണ്ടും പുതുക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2070 നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുന്നതിനായി 2025 മെയ് 2 ഇന്ത്യയുമായി ഒരു ധാരണാപത്രം പുതുക്കിയത് ഏത് രാജ്യമാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ്. അതായത് ഇതിനു മുമ്പ് സൈൻ ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇന്ത്യ നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണാപത്രം ഡെൻമാർക്കായിട്ട് അത് വീണ്ടും ഈ കഴിഞ്ഞ മെയ് 2 പുതുക്കിയിരിക്കുകയാണ്. അതായത് ഇന്നലെ പുതുക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഡെൻമാർക്കിന്റെ അംബാസിഡർ റാസ്മസ് അബിൽഗാർഡ് ക്രിസ്റ്റൻസനുമായി ധാരണാപത്രം പുതുക്കുന്നതിനായി ഒപ്പുവെച്ച വൈദ്യുതി മന്ത്രാലയ സെക്രട്ടറിയുടെ പേര് പങ്കജ് അഗർവാൾ. ഇന്ത്യയിലെ ഡെൻമാർക്കിന്റെ അംബാസിഡറിന്റെ പേരാണ് റാസ്മസ് അബിൽഗാർഡ് ക്രിസ്റ്റൻസൻ. അദ്ദേഹമായിട്ടുള്ള ഒരു കരാർ ആണ് ഇന്നലെ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി പങ്കജ് അഗർവാൾ. പങ്കജ് അഗർവാൾ ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പവറിന്റെ സെക്രട്ടറി. അതായത് മിനിസ്റ്റർ എന്ന ലെവലിലേക്ക് വന്നിട്ട് ശേഷം അടുത്ത തൊട്ട് താഴെ നിൽക്കുന്ന വ്യക്തിയാണ് സെക്രട്ടറി. ആ ഒരു വകുപ്പിന്റെ മിനിസ്ട്രി ഓഫ് പവറിന്റെ സെക്രട്ടറിയാണ് പങ്കജ് അഗർവാൾ. നിലവിലെ കേന്ദ്ര വൈദ്യുതി ഭവന നഗരകാര്യമന്ത്രി ആരാണ്? മനോഹർ ലാൽ. നിലവിലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് പവർ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് ആണ് മനോഹർ ലാൽ. അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് മിനിസ്ട്രി ഓഫ് പവറിന്റെ സെക്രട്ടറി പങ്കജ് അഗർവാളും ഡെൻമാർക്കിന്റെ അംബാസിഡർ ആയിട്ടുള്ള റാസ്മസ് അബിൽഗാർഡ് ക്രിസ്റ്റൻസനും ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 2070 ഇന്ത്യ നെറ്റ് സീറോ എമിഷൻ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡെയിൽസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.